നമസ്തേ ഡോക്ടറെ. നമസ്തേ. മിക്കവാറും ഒരു 9 വയസ്സ് കഴിഞ്ഞ കുട്ടികളുടെ പാരൻസിൻ്റെ ഒരു കൺസേൺ ആണ്. അവൻ ബാക്കിയുള്ളവരുടെ അടുത്ത് നല്ല മാനേഴ്സ് കാണിക്കുന്നുണ്ട്, എന്നാൽ അച്ഛൻ്റെ അമ്മയുടെ അടുത്തും ഭയങ്കര ഉപദ്രവമാണ്. സ്കൂളിലായാലും അവൻ തെറാപ്പികളിലായാലും അവൻ നന്നായിട്ട് അനുസരിക്കുന്നുണ്ട് അവരെ. ഇതിനെന്തെങ്കിലും നമുക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്താണ് ഈ ഒരു പാരൻസിനോട് മാത്രം കാണിക്കുന്ന ഒരു ബിഹേവിയറിന് എന്താണ് റീസൺ? അത് എനിക്ക് തോന്നുന്നു ഒരുപാട് ഈ അടുത്തിടയ്ക്ക് നമുക്ക് ഒരുപാട് കേസുകൾ അങ്ങനെ വന്നു. അത് പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ആ കുട്ടിയുടെ ഒരു രജോ ഗുണം കൊണ്ടാണ് അത് കാണിക്കുന്നത്. ഈ രജോ ഗുണം കുറയ്ക്കുക എന്നുള്ളത് നമുക്ക് ചികിത്സയിലൂടെയും ധാരകളിലൂടെയും കാര്യങ്ങളും ആഹാരവും ഒക്കെ നേരെയാക്കിയാൽ അത് നടക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മളിതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും പേരൻസിനോടുള്ള അവൻ്റെ ആറ്റിറ്റ്യൂഡ് മാറാറില്ല. ഇപ്പോൾ ഉദാഹരണം, ഒരു മാസം മുന്നേ നമുക്കൊരു കേസ്, അവർ OP മാത്രമേ വന്നിരുന്നുള്ളൂ. വന്നു, ആ കുട്ടി നമ്മുടെ കുറച്ച് ഡൈജഷനുള്ള മരുന്ന് കഴിച്ചു തുടങ്ങി. അവർ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ കോണ്ടാക്ട് ചെയ്തു. അവൻ ഉപദ്രവമാണ്, ഭയങ്കര പ്രശ്നക്കാരനായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ അവരുമായിട്ടൊരു 1/4 മണിക്കൂർ സംസാരിച്ചതിന് ശേഷം സത്യത്തിൽ മനസ്സിലായ ഒരു കാര്യം, ഞാൻ അവരോട് ആകെ ചോദിച്ചൊരു കാര്യം, ആ കുട്ടി ഉപദ്രവം എല്ലാവരെയും ചെയ്യുന്നുണ്ടോ? ഇല്ല ഡോക്ടറെ, എല്ലാവരെയും ചെയ്യുന്നില്ല. സ്കൂളിൽ അവൻ പക്ക ഡീസൻ്റാണ്, ഫ്രണ്ട്സിനോട് അവനില്ല, റിലേറ്റീവ്സിനോട് കാണിക്കുന്നില്ല, പിന്നെ ആരോടാ കാണിക്കുന്നത്? അവൻ അമ്മയോടാണ് സംസാരിച്ചത്, ഒന്നിലെ എന്നോട് അല്ലെങ്കിൽ ഹസ്ബൻഡിനോട്. അപ്പം ഞാൻ ചോദിച്ചു, അവൻ ഏത് അവസരത്തിലാണ് അത് കാണിക്കുന്നത്? എന്തെങ്കിലും ഒരു പ്രത്യേക ഇൻസിഡൻ്റ് ഉണ്ടോ? കാരണം ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് EEGയിൽ ബ്രെയിൻ വേവ്സിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ആ കുട്ടി സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു എക്സാജറേറ്റഡ് ഇത് കാണിക്കും. വെറുതെ ഇരിക്കുന്ന വഴിക്ക് തന്നെ ചിലപ്പം പെട്ടെന്ന് ഷൗട്ട് ചെയ്യും. അത് നമുക്ക് മെഡിക്കലി കറക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ ആ പേരൻറ്റ് പറഞ്ഞത്, ഇല്ല അങ്ങനെയില്ല, അവന് കുറച്ച് സ്റ്റിമ്മിങ് ഉണ്ട്, അവ സ്റ്റിം ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അവനോട് നോ പറയും, അതവന് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ചോദിച്ചു, വേറൊരു ഇൻസിഡൻറ്റും കൂടെ പറയുമോ? ഇല്ല, അവൻ മൊബൈൽ എടുക്കും, ഞാൻ പറയും മൊബൈൽ എടുക്കരുത്, അവിടെ വയ്ക്കുമെന്ന് പറയും. അപ്പം ബേസിക്കായിട്ട് നമ്മൾ കുട്ടിയെ നോ പറയുന്ന സമയത്ത്, അത് എസ്പെഷ്യലി നമ്മൾ കണ്ടുവരുന്ന ഒരു 8 വയസ്സ് മുതൽ ആണ്. കാരണം 8 വയസ്സ് മുതലാണ് നമുക്കൊരു ഹോർമോണൽ ചേഞ്ച് ഉണ്ടാവുക. അപ്പം ഹോർമോണൽ ചേഞ്ച് വരുമ്പോൾ ആക്ച്വലി സംഭവിക്കുന്ന ഒരു ഈഗോ ഡെവലപ്പ് ചെയ്യും എല്ലാ കുട്ടികൾക്കും. അപ്പം നമുക്കായാലും ഒരാൾ നമ്മളുമായിട്ട് സപ്പോർട്ടീവായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആളുമായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മുടെ എല്ലാ പ്രവൃത്തിക്കും ഒരു വൈ അല്ലെങ്കിൽ നോ പറയുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് നമുക്ക് പോകാൻ ഇഷ്ടപ്പെടില്ല. സെയിം തിങ് അത് തന്നെ. ഈ പേരൻ്റ് എന്നോട് പറഞ്ഞാൽ, ഇല്ല ഡോക്ടറെ, പഠിപ്പിക്കുന്ന ടീച്ചർ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ മറ്റോ ആണ്, അവർ പറഞ്ഞു ഇത് അനുവദിക്കരുത്, ഇത് അത്ര നല്ലതല്ല. പക്ഷെ അത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് ആ പേരൻ്റ് പഠിച്ചിട്ടില്ല. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, ഇവനിത് ചെയ്യുമ്പം തന്നെ നോ പറഞ്ഞ് റെസിസ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. വാട്ട് എവർ റെസിസ്റ്റ് വിൽ പെർസിസ്റ്റ് എന്ന് തന്നെയാണ് പറയുക. അപ്പം സ്വാഭാവികമായിട്ടും അവൻ അവരോടുള്ള ദേഷ്യം പ്രകടിപ്പിക്കുക ചെയ്യുന്നത്. ആ ദേഷ്യം പ്രകടിപ്പിക്കുമ്പം അവർക്കുണ്ടാവുന്നൊരു വേദന, ആ പേരൻ്റ് പറഞ്ഞത് മുടി പിടിച്ച് വലിക്കുക, അവരെ മാന്തുക, ഇങ്ങനെയൊക്കെയുള്ള വളരെ വൈൽഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് കഴിയുമ്പോൾ അവൻ നോർമലാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഒരു മെഡിക്കലി കറക്ഷൻ മാത്രം വേണ്ട കേസുകളെന്ന് പറഞ്ഞാൽ മേ ബി എല്ലാവരോടും ഒരേപോലെ കാണിക്കണം. ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്കത്, ഇത് മിയർ ബിഹേവിയറൽ ഇഷ്യൂ ആയിട്ട് തന്നെ കണക്കാക്കണം. ഇതിൽ 75% മാറേണ്ടത് പേരൻ്റൽ ആറ്റിറ്റ്യൂഡാണ്. അവരൊരു പോസിറ്റീവ് പേരൻറ്റിങ് പഠിക്കാത്തിടത്തോളം കാലം ഈ കുട്ടിക്ക് ദേഷ്യം ഓരോ കാലഘട്ടത്തിലും കൂടി വരികയുള്ളൂ. കാരണം അതിലൊരു സൈക്കോളജിക്കൽ റൂളുണ്ട്. ഇപ്പോൾ 6 വയസ്സ് മുതലുള്ള കുട്ടികളോട് നമ്മൾ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അതായത് നമ്മളൊരു ഉപദേശം എന്ന് പറയുന്നത് പരമാവധി 2 തവണയെ കൊടുക്കാവുള്ളൂ എന്ന് പറയും. അതിൽ കൂടുതൽ ഒരു ഉപദേശം ഒരു കുട്ടിയും ഒരു അഡൾട്ടും കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പം ആദ്യം ഒരു കാര്യം, മോനെ അത് ശരിയല്ല, ഈ 2ാമതും കഴിഞ്ഞു 3ാമത് പറയുമ്പോൾ അവൻ സത്യത്തിൽ ഇറിറ്റേറ്റഡ് ആവുക ചെയ്യുക. 4ാമത്തെ തവണ നമ്മൾ വീണ്ടും ആ കാര്യം പറയുമ്പോഴത്തേക്കും ഇതെങ്ങനെ ചെയ്യാമെന്നാണ് ആലോചിക്കുക. 5ാമത്തെ തവണ ചിലപ്പം നമ്മൾ പറയുന്നത് ഓട്ടോമാറ്റിക്കലി പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണെങ്കിൽ പോലും ഇന്നയാൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനി ചെയ്യുന്നില്ല. അതായത് ആ വ്യക്തിയോടുള്ള വിരോധമായിട്ട് മാറി. അല്ലാതെ ചെയ്യുന്ന കാര്യത്തിലുള്ള ഡിഫിക്കൽട്ടി കൊണ്ടല്ല, ഇന്നയാൾ പറഞ്ഞതാണോ എന്ന് ഞാൻ ചെയ്യില്ല.
അപ്പം സ്വാഭാവികമായിട്ടും ഒരു 11 വയസ്സുള്ള കുട്ടിയുടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേരൻ്റൽ ഉപദേശങ്ങൾ കേട്ട് കേട്ട് ആ കുട്ടിയുടെ എല്ലാം, അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം പേരൻറ്റിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷനാണ്. പക്ഷെ അതൊരിക്കലും കുട്ടിയെ എഫക്റ്റ് ചെയ്യരുത്. അപ്പോൾ ഇത് ഇവർ നോ പറയുകയും അവൻ്റെ കുറവുകൾ മാത്രം എപ്പോഴും പറയുകയും ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും അവന് ഇവരുമായിട്ടുള്ള ഒരു റാപ്പോ ഇല്ലാണ്ട് വരും. ഞാൻ അവരോട് പറയണത്, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരിക്കൽ അവൻ ചെയ്തൊരു കാര്യത്തെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടോ? അവൻ അങ്ങനെ നല്ലതൊന്നും ചെയ്യുന്നില്ല ഡോക്ടറെ. അപ്പോൾ നമ്മൾ ഓരോന്ന് ചോദിക്കും, അവൻ ഇന്ന് എത്ര മണിക്കാണ് എഴുന്നേറ്റത്? ഇന്ന് അവൻ പതിവിൽ നേരത്തെ എഴുന്നേറ്റു. അത് നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്തോ? അപ്പം ചെറിയ കാര്യങ്ങളിൽ അപ്രിസിയേഷൻ കൊടുക്കാനും കൂടെ പഠിക്കണം. അല്ലാണ്ട് നമ്മൾ ഉപദേശം മാത്രം അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഈ കുട്ടി അവരുമായിട്ട് അറ്റാക്കിംഗ് ബിഹേവിയർ ഉണ്ടാവുന്നത്. ഇതിന് മരുന്നല്ല പ്രതിവിധി. 75% പേരൻസ് എങ്ങനെ അവരുടെ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ചെയ്യണമെന്ന് പഠിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. അത് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഈവൻ ഞാൻ ഈ 8 വയസ്സെന്ന് പറഞ്ഞത് ഒരു ഒബ്സസീവ്നെസ് ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ഈ ഒബ്സഷൻ കഴിഞ്ഞാൽ പിന്നെ കമ്പൽഷനാണ് ഉണ്ടാവുക കുട്ടികൾക്ക്. ഈ ഒബ്സഷനും കമ്പൽഷനും കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു 2 ഡീവിയേഷൻ ഉണ്ട്. ഒന്ന്, ഒരു ഡിപ്രഷൻ ഉണ്ടാവാം. വേറൊരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സെൽഫ് ഹാമിങ് അല്ലെങ്കിൽ അതേഴ്സ് ഹാമിങ് ഉണ്ടാവും. പലപ്പോഴും കണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് അതാണ്. ഈ ഒബ്സസീവ്നെസ് വരും, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ചെയ്യാൻ പറ്റണില്ല. കമ്പൽഷൻ വരുമ്പോഴാണ് മറ്റു പല ചേഷ്ടകളും കാണിക്കുക. ഇത് രണ്ടും നമ്മൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിലാണ് ചില കുട്ടികൾ ഡിപ്രസീവ് സ്റ്റേറ്റിലേക്ക് പോകും. മറ്റ് ചിലർ ഇതുപോലെ സെൽഫ് ഹാമിങ് ആവും, ഇല്ലെങ്കിൽ മറ്റുള്ളവരെ ഹാം ചെയ്യും. ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മെഡിസിനിലൂടെ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് ഫുൾ ബോഡി ക്ലെൻസ് ചെയ്ത് പതുക്കെ അവനെ നെഗറ്റീവ്സ് അക്സെപ്റ്റ് ചെയ്യാനും പോസിറ്റീവ്സ് ഉണ്ടെന്ന് അവനെ ധരിപ്പിക്കുകയും കൂടെ വേണം. അത് ഫുൾ പേരൻ്റൽ ഒരു ഫ്രെയിം വർക്ക് ചെയ്തെങ്കിലേ അത് നടക്കുള്ളൂ.